ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ ചിന്തിക്കാതെ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ആത്മീയ ഭാവിയെ മാറ്റിമറിക്കുന്നുണ്ടെന്ന്? ഇതൊരു യാദൃച്ഛികമല്ല. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇതിലേക്ക് നയിച്ചതാണ്. കാരണം പള്ളിയിൽ പോകുന്ന പല ക്രിസ്ത്യാനികളും, പ്രാർത്ഥിക്കുന്നവർ, ദൈവത്തെ സ്നേഹിക്കുന്നവർ അറിയാതെ തന്നെ ചില വാക്കുകൾ പറയുന്നുണ്ട്. ചിലപ്പോൾ അത് മോശമായി തോന്നും, ചിലപ്പോൾ അത് നല്ലതായും തോന്നും. പക്ഷേ ഈ വാക്കുകൾ നിശബ്ദമായി നിങ്ങളുടെ വളർച്ചയെ തടയുന്നു. വചനം പറയുന്നത് നോക്കൂ: ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും, അതിനെ സ്നേഹിക്കുന്നവൻ അതിൻ്റെ കനി ഭുജിക്കണം. സഹോദരങ്ങളെ, നിങ്ങളുടെ വാക്കുകൾ വെറും ശബ്ദമല്ല, അവ വിത്തുകളാണ്. ആത്മീയ ലോകത്ത് നിങ്ങൾ നടത്തുന്ന പ്രഖ്യാപനങ്ങളാണ്. അത്തരം കാര്യങ്ങളെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. എന്താണ് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ? എന്താണ് നമ്മൾ ശ്രദ്ധിച്ച് സംസാരിക്കേണ്ട കാര്യങ്ങൾ? ഇത് നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല, സത്യമറിഞ്ഞ് മാറ്റം വരുത്താനാണ്. സഹോദരങ്ങളെ, നമ്മുടെ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇന്നു മുതൽ എൻ്റെ സംസാരം ദൈവഹിതത്തിന് അനുയോജ്യമായി മാത്രമായിരിക്കുമെന്ന് തീരുമാനിക്കുന്നവർ താഴെ കമൻറ്റ് ബോക്സിൽ ഇപ്രകാരം ഒന്ന് രേഖപ്പെടുത്തുക: ഇന്നു മുതൽ ഞാൻ ജീവന്റെ വാക്കുകൾ സംസാരിക്കും. സ്വർഗം നിങ്ങളുടെ തീരുമാനം കാണട്ടെ. ഒന്നാമത്തെ വാചകം: എല്ലാത്തിനും നാളെ നാളെ എന്നുള്ള വാക്കുകൾ. ഞാൻ നാളെ പ്രാർത്ഥിക്കാം, ഞാൻ നാളെ തീരുമാനിക്കാം, നാളെ മുതൽ പാപം ഉപേക്ഷിക്കാം. ഈ നാളെ എന്നുള്ള വാക്ക് എത്രയോ പേരുടെ ആത്മീയ ജീവിതം തകർത്തിട്ടുണ്ട്. കേൾക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നും, പക്ഷേ ഇത് പിശാചിൻ്റെ ഏറ്റവും വലിയ ഒരു തന്ത്രമാണ്. പിശാച് നിങ്ങൾക്കെതിരെ എടുക്കുന്ന ഒരു ആയുധമാണത്. നാളെ എന്നത് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ്. വചനം പറയുന്നത് ഇങ്ങനെയാണ്: നാളത്തെ ജീവിതം നിങ്ങളുടെ എങ്ങനെയായിരിക്കുമെന്നറിയില്ല. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ. യാക്കോബ് 4:14. ഫറവോനെ ഓർക്കുന്നുണ്ടോ? ഓരോ നിമിഷവും അവൻ പറഞ്ഞു നാളെ. ഒടുവിൽ ആ നാളെ ഒരിക്കലും വന്നില്ല. ദൈവം നിങ്ങളോട് അനുതപിക്കാനോ പ്രാർത്ഥിക്കാനോ ക്ഷമിക്കാനോ പറയുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ ചെയ്യുക. ദൈവം നമ്മുടെ ഉദ്ദേശത്തെയല്ല, അനുസരണത്തെയാണ് മാനിക്കുന്നത്. രണ്ടാമത്തെ വാചകം: ദൈവത്തിന് എൻ്റെ മനസ്സറിയാം. നമ്മൾ പലപ്പോഴും തെറ്റുകൾ ചെയ്യുമ്പോഴും മാറ്റം വരുത്താൻ മടി കാണിക്കുമ്പോഴും പറയുന്ന ന്യായീകരണമാണിത്. എൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണെങ്കിലും എൻ്റെ മനസ്സ് ദൈവത്തിനറിയാമല്ലോ. എൻ്റെ ഉള്ളിലെ സ്നേഹം ദൈവത്തിന് അറിയാമല്ലോ. അതെ, ദൈവത്തിനറിയാം. പക്ഷേ അത് ഒരിക്കലും നിങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ളതല്ല, ഒരിക്കലും നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ളതുമല്ല. ഭയപ്പെടുത്താനാണ് വേണ്ടത്. നിന്റെ മനസ്സ് ദൈവത്തിന് അറിയാമെന്നുള്ള ഭയം നിന്റെ ഉള്ളിൽ ഉണ്ടാകണം. അതുകൊണ്ട് നിന്റെ മനസ്സിലെ ഓരോ ചിന്തകളും വിചാരങ്ങളും ദൈവം അവിടുന്ന് തക്ക സമയത്ത് അറിയുന്നു. ഒന്ന് മനസ്സിലാക്കുക: ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാം വിധം ദുഷിച്ചതുമാണ്. അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? വചനം പറയുന്നു: ദൈവം നിങ്ങളുടെ ഉള്ളിലെ വികാരങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ലക്ഷ്യങ്ങളെയും കാണുന്നുണ്ട്. നിങ്ങൾ മാറ്റിവെക്കുന്ന കാര്യങ്ങളെയും ന്യായീകരിക്കുന്ന തെറ്റുകളെയും അവിടുന്ന് കാണുന്നു. ദൈവത്തിന് എൻ്റെ മനസ്സറിയാം എന്ന് പറഞ്ഞ് തെറ്റിൽ തുടരുന്നത് ആപത്താണ്. ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചതുപോലെ നമ്മളും പ്രാർത്ഥിക്കണം: ദൈവമേ, എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ. മൂന്നാമത്തെ വാചകം: ഞാൻ സന്തോഷമായി ഇരിക്കാനാണ് ദൈവത്തിന് ആഗ്രഹം. ഇതൊരു തെറ്റായ ചിന്തയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ സന്തോഷത്തെക്കാൾ ഉപരി നിങ്ങളുടെ വിശുദ്ധിയെയാണ്. 1 പത്രോസ് 1:16 വചനം പറയുന്നു: ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കുവിൻ. സന്തോഷമെന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, എന്നാൽ വിശുദ്ധി നമുക്ക് നിത്യമായ ആനന്ദം നൽകുന്നു. എത്രയോ പേർ സ്വന്തം സന്തോഷത്തിനു വേണ്ടി ദൈവവിളി ഉപേക്ഷിച്ചു. എത്രയോ പേർ ദൈവത്തിൽ നിന്ന് മാറി നടന്നു. ഇതെല്ലാം ഈ തെറ്റായ ചിന്ത കൊണ്ട് മാത്രമാണ്. പാപത്തിൽ നിന്നുകൊണ്ട് ലഭിക്കുന്ന സന്തോഷം ഒരിക്കലും നിലനിൽക്കില്ല. ദൈവം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് താൽക്കാലിക സുഖങ്ങൾക്ക് പകരം നിത്യമായ ആനന്ദം തരാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നത്. നാലാമത്തെ വാചകം: എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഞാൻ പണ്ടേ ഇങ്ങനെയാണ്. ഇതൊരു സത്യസന്ധമായ പറച്ചിലായി തോന്നാം, പക്ഷേ ഇതിലൂടെ നിങ്ങൾ മാറ്റത്തിന് എതിരായി നിൽക്കുകയാണ്. വചനം പറയുന്നു: ക്രിസ്തുവിലുള്ളവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നിരിക്കുന്നു. ക്രിസ്തുവിൽ നിങ്ങൾ പുതിയ മനുഷ്യനാണ്. പഴയ സ്വഭാവത്തെ ന്യായീകരിക്കരുത്.
എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ദൈവം മാറ്റാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ സംരക്ഷിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെട്ടത് നമ്മുടെ കുറവുകളെ മാറ്റാനാണ്. 5-ാമത്തെ കാര്യം, ഇതെനിക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ അറിയാം. ഇത് ധൈര്യമല്ല, ഇത് അഹങ്കാരമാണ്. സഹായം ചോദിക്കാൻ മടിക്കുന്നത് പക്വതയല്ല. ദൈവം നമ്മെ സൃഷ്ടിച്ചത് കൂട്ടായ്മയിൽ ജീവിക്കാനാണ്. വചനം പറയുന്നു, 2 പേർ ഒരാളെക്കാൾ മെച്ചമാണ്, കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. അവനിൽ ഒരുവൻ വീണാൽ അപരന് താങ്ങാൻ കഴിയും. ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല. ഒറ്റയ്ക്ക് നിൽക്കുന്ന ആടിനെയാണ് ചെന്നായ പിടിക്കുക. ഈശോ പോലും തനിച്ചായിരുന്നില്ല. അവിടുന്ന് ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒറ്റയ്ക്ക് ചുമക്കരുത്, മറ്റുള്ളവരുടെ പ്രാർത്ഥനയും സഹായവും തേടുക. സഹോദരങ്ങളെ, ഈ വാക്കുകൾ ഇവ നിങ്ങളുടെ വിധിയെ നിർണ്ണയിക്കുന്നു. ഇന്നു മുതൽ നമുക്ക് നമ്മുടെ വാക്കുകളെ മാറ്റാം. താമസിച്ചുള്ള അനുസരണത്തെക്കാൾ പെട്ടെന്നുള്ള അനുസരണത്തെ ശീലമാക്കാം. ഞാൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണ് എന്ന് പ്രഖ്യാപിക്കാം. സഹോദരങ്ങളെ, നിങ്ങൾ ഈ നിമിഷം ഏത് സ്ഥലത്തായിരുന്നാലും അല്പനേരം നമുക്ക് കണ്ണുകളടച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പാപിയായ അടിയങ്ങളെ അവിടുന്ന് മറന്നു കളയില്ലേ. ഞങ്ങളുടെ പാപത്തെ അവിടുന്ന് ക്ഷമിച്ചു തരണമേ. ഇന്നു മുതൽ ഞാൻ ക്രിസ്തുവിൻ്റെ സൃഷ്ടിയാണ്. ദൈവമേ, ഞങ്ങളുടെ നാവിനെ അവിടുന്ന് കടിഞ്ഞാണിടണമേ. മോശമായ വാക്കുകൾ പറയാനും പ്രവർത്തിക്കാനും ഞങ്ങളെ ഇടയാക്കരുതേ. ഈ കേട്ട ഓരോ വാക്കുകൾ ഞങ്ങളുടെ നാവിൽ വരുമ്പോഴും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് പുതിയ സൃഷ്ടിയാണ് എന്നുള്ള ചിന്തയെ ഞങ്ങളിലേക്ക് കൊണ്ടുവരിക. ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന ഓരോ പ്രിയ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടെ നാവിനെ അവിടുന്ന് കടിഞ്ഞാണിടണമേ. അവരോട് അങ്ങ് കൃപ തോന്നണമേ. ആരോഗ്യവും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. അവരുടെ കുടുംബത്തെ അവിടുന്ന് മുഴുവനായും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടുന്ന് കൂടിയിരിക്കണമേ. ദൈവത്തിൻ്റെ പ്രവൃത്തി അവർ കണ്ണിൽ കാണുവാൻ തക്കവണ്ണം അവിടുന്ന് അത്ഭുതം കൊണ്ട് നിറയ്ക്കണമേ. ദൈവത്തിൽ അനുസരിച്ച് ജീവിക്കാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ പാതയിൽ നടക്കാൻ അവരുടെ കാലിന് അവിടുന്ന് ബലം നൽകണമേ. വീഡിയോ കാണുന്ന കേൾക്കുന്ന ഓരോ മക്കളെയും ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് ഒരിക്കൽ കൂടി വയ്ക്കുന്നു. അടിയൻ ചോദിച്ച കാര്യങ്ങൾ ചുരുക്കമെങ്കിലും ധാരാളം നന്മകളാൽ കൊണ്ട് അവിടുന്ന് നിറയ്ക്കണമേ. ആമേൻ.